രാവണപ്രഭു എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന നായകനുമായിട്ട് നായക ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ആഗ്രഹിക്കുന്നു ഇവർ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നിക്കണമെന്നാണ്. അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന, കിഡ്നാപ്പ് ചെയ്യുന്ന ഒരാളുമായിട്ട് ഇമോഷണലി കണക്ട് ആവുന്ന തീം ഹൈവേ എന്ന സിനിമയിലും കാണാൻ സാധിക്കും. ഇതിനെ സ്റ്റോക്ക് ഹോം സിൻഡ്രം എന്നാണ് പറയുക. ഞാൻ കണ്ട ഇതിൻ്റെ മറ്റൊരു വർഷം കോളേജിൽ കെട്ട ഈ ഡയലോഗാണ്: നിന്നെ റാഗ് ചെയ്യുന്ന സീനിയറായിരിക്കും പിന്നീട് നിന്റെ കോളേജിൽ ഏറ്റവും അടുത്ത സുഹൃത്തായി തീരുക. നിനക്കൊരു അപകടം വരുമ്പോൾ ആദ്യം ഓടിയെത്തുക നിന്നെ റാഗ് ചെയ്ത ചേട്ടനായിരിക്കും. പക്ഷെ പിന്നീട് കാണുന്നത് ഇവരൊന്നിച്ച് അടുത്ത വർഷം വരുന്ന കുട്ടികളെ ഒരുമിച്ച് റാഗ് ചെയ്യുന്ന സീനും. പിന്നെ മറ്റൊരു ഡയലോഗ് റാഗിങ് നേച്ചറുള്ള ഒരു കാര്യമാണ്. കുരങ്ങന്മാരുടെ ഗ്രൂപ്പിലേക്ക് ഒരു പുതിയ കുരങ്ങൻ വരുമ്പോൾ അവരതിനെ റാഗ് ചെയ്യും. എന്തിനാ? ടീം സ്പിരിറ്റ് ബിൽഡ് ചെയ്യാൻ. ഇനി റാഗ് എന്ന് പറയുന്നത് ബോയ് ടു മെൻ ഒരു ട്രാൻസിഷൻ നടക്കുന്ന ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ റാഗ് ചെയ്യേണ്ടത് തങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടും ഇതൊരു സർവീസായിട്ടും കരുതുന്ന സീനിയേഴ്സ് നമ്മുടെ ക്യാമ്പസുകളിലുണ്ട്. ഇങ്ങനെ പോകുന്നു റാഗിങ്ങിൻ്റെ 101 ഔഷധ ഗുണങ്ങൾ. ഇനി റാഗിങ്ങിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിലെ അതിക്രൂരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന ചെറുപ്പക്കാരായ പട്ടാളക്കാർ തിരിച്ച് കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ അവരിലൂടെ റാഗിങ് ക്യാമ്പസുകളിലേക്ക് സ്പ്രെഡ് ചെയ്തതായി കാണാൻ സാധിക്കും. റാഗിങ്ങിന് ഇത്ര ക്രൂരമായ ഒരു ഹിസ്റ്ററി ഉണ്ടായിട്ടും റാഗിങ്ങിനെ പൂർണ്ണമായിട്ടും പ്രതിരോധിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സൊസൈറ്റിയും എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും വേണ്ടത്ര സീരിയസ്നെസ് എടുക്കുന്നില്ല എന്നാണ് പഠനങ്ങളും പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്? നമ്മുടെ സൊസൈറ്റിയുടെ ഒരു മനോഭാവം ഒരാളെ ഒച്ച വെച്ചും അല്ലെങ്കിൽ അയാളെ അടിച്ചും ഡിസിപ്ലിൻ പഠിപ്പിക്കുക എന്നതാണ്. അതുതന്നെയായിരുന്നു നമ്മുടെ പേരൻറ്റിങ്ങിൻ്റെയും ചില റൂളുകൾ. അടിച്ചു വളർത്തണം. ഇപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് സ്വന്തം ഭാര്യ 2 അടി അടിച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്കെല്ലാം മനസ്സിലാകുമെന്നാണ്. ഇനി 2 അടി കൊടുത്താൽ നന്നാകും എന്നുള്ളൊരു തോട്ട് നമ്മുടെ സൊസൈറ്റിയിൽ പലയിടത്തും നമ്മൾ പോപ്പുലറായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സൊസൈറ്റിയുടെ തന്നെ റിഫ്ലക്ഷൻ റാഗിങ്ങിലും വരുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഇന്ത്യയിലെ കോളേജുകൾ കാണുന്ന റിസർവേഷൻ അഡ്മിഷനിൽ വരുന്ന കുട്ടികളെ തെരഞ്ഞു പിടിച്ചുള്ള റാഗിങ്. ഇത് കാസ്റ്റിനോടുള്ള സമീപനമാണ് വ്യക്തമാക്കുന്നത്. റാഗിങ്ങിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്നും ഡിസബിലിറ്റി, സോഷ്യൽ സ്കിൽ ഡെഫിസിറ്റ്, അണ്ടർ വെയ്റ്റ്, ഓവർ വെയ്റ്റ്, LGBTQ, കാസ്റ്റ്, ലേണിംഗ് ഡിസബിലിറ്റി ഇവരൊക്കെയാണ് കൂടുതലും ബുള്ളിങ് അനുഭവിക്കുന്നത്. ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഇന്ത്യയിലെ സ്കൂളുകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും ഓരോ വർഷം ഡ്രോപ്പ് ഔട്ട് ആവുന്ന SC ST കുട്ടികളുടെ എണ്ണം കൂടിയാണ്.